സ്നേഹരാഗം ഭാഗം 13. അതൊക്കെ എന്തിനാ നീ ഇപ്പോൾ അറിയുന്നത്? പുഞ്ചിരിയോടെ നന്ദന ചോദിച്ചു. അപ്പോൾ ഇഷ്ടായിരുന്നുല്ലേ? ചേച്ചിക്ക് ദേവേട്ടനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നല്ലോ, നീതുമോൾ പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, നീ കരുതുന്നത് പോലെ ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞു ഇഷ്ടം എവിടെയോ മനസ്സിലുണ്ടായിരുന്നു. അത് തുറന്നു പറയാനുള്ള ധൈര്യം അന്നുണ്ടായില്ല. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഉണ്ടായതെല്ലാം നിനക്കറിയാമല്ലോ. കല്യാണം ആലോചിക്കുന്ന സമയത്ത് അമ്മയോടെങ്ങാനും അക്കാര്യം പറഞ്ഞാൽ അമ്മ എന്നെ കൊന്നേനെ. അമ്മയാണെങ്കിലോ മോൾക്ക് സൽഗുണസമ്പന്നനായ ഒരാളെ പിടിച്ചു കൊടുക്കാനുള്ള തിരക്കിലായിരുന്നല്ലോ, നന്ദന പറഞ്ഞു. എന്നിട്ട് അമ്മ കരുതിയ പോലെ സൽഗുണസമ്പന്നത ഒക്കെ അർജുനേട്ടനുണ്ടോ? നീതുമോൾ തിരക്കി. കുറവല്ല, കുറച്ച് കൂടുതലാണ് ഉള്ളത്, നന്ദന കുറച്ച് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചി എന്നും വിളിച്ച് അവൾ നന്ദനയുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. അർജുനേട്ടന് ചേച്ചിയെ ഒട്ടും ഇഷ്ടമല്ലേ? നീതുമോൾ ചോദിച്ചു. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവളുടെ കൈകൾക്കുമേൽ തൻ്റെ കൈകൾ ചേർത്ത് വെച്ച് നന്ദന പറഞ്ഞു. എല്ലാം അറിയാൻ വേണ്ടിയാ ഞാൻ ചേച്ചിയോട് ഇങ്ങോട്ട് നിൽക്കാൻ വരാൻ പറഞ്ഞത്. ഒത്തുപോകാൻ ഒരു തരത്തിലും പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവിടെ കടിച്ചു തൂങ്ങേണ്ട കാര്യമില്ല നന്ദിച്ചി, നീതു അനിഷ്ടത്തോടെ പറഞ്ഞു. ഒന്നും അങ്ങനെ ഇട്ടുപോരാൻ ചേച്ചിക്കാവില്ലല്ലോ. ഇനി അങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നന്ദന പറഞ്ഞു. എന്നും ഈ പറയുന്ന അമ്മ നമ്മളുടെ കൂടെയുണ്ടാകുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? നീതുവിൻ്റെ ചോദ്യം ഇടുത്തി പോലെ നന്ദനയുടെ കാതിൽ മുഴങ്ങി. പറയൂ ചേച്ചി, തോന്നുന്നുണ്ടോ? നീതുമോൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഇല്ല എന്ന് പറയുമ്പോൾ നന്ദനയുടെ ശബ്ദം തീർത്തും നേർത്തുപോയിരുന്നു. പിന്നെ എന്തിനാ ചേച്ചി മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി സ്വന്തം ജീവിതം ഹോമിക്കാൻ നിൽക്കുന്നത്? ഭർത്താവിനെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ നിന്നാൽ പ്രായം തികഞ്ഞു നിൽക്കുന്ന അനിയത്തിയുടെ ഭാവിയെ ബാധിക്കും എന്ന ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അത് കളഞ്ഞേക്കൂ ചേച്ചി. എനിക്ക് എൻ്റെ ചേച്ചി ഒരിക്കലും ഒരു ഭാരമാവില്ല. നീതുമോൾ പറയുന്ന ഓരോ വാക്കും കേട്ട് അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ചേച്ചി കരയാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് നന്ദനയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ നീതു തുടച്ചു കൊടുത്തു. നന്ദന പുഞ്ചിരിച്ചു. ചേച്ചിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഞാൻ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് കിടക്കട്ടെ, ഒരു സുഖം തോന്നുന്നില്ല എന്ന് പറഞ്ഞ് നന്ദന എഴുന്നേറ്റ് റൂമിലേക്ക് പോയപ്പോൾ നീതുമോൾ അവൾ പോകുന്നതും നോക്കിയിരുന്നു. ഒന്ന് ഉറങ്ങിയെണീറ്റപ്പോൾ ദേവന് കുറച്ച് ഉന്മേഷം തോന്നി. മൊബൈലെടുത്ത് സമയം നോക്കി. സമയം 5 കഴിഞ്ഞിരിക്കുന്നു. മുഖം കഴുകി ഷർട്ടുമെടുത്ത് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. മുടിയൊക്കെ ഒന്ന് ചീകിയൊതുക്കി മൊബൈലും എടുത്ത് പുറത്തേക്കിറങ്ങി. ഹാളിൽ തന്നെ അച്ഛനും അമ്മയും ഇരിപ്പുണ്ട്. ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം, ദേവൻ പറഞ്ഞു. ചായ എടുക്കാമെന്നും പറഞ്ഞ് ജാനു എണീറ്റപ്പോൾ അവൻ സ്നേഹത്തോടെ തടഞ്ഞു. വൈകുന്നേരം വെറുതെ ഒന്ന് പുറത്തേക്ക് പോകാറുണ്ട് ദേവൻ. പാടത്ത് ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കാൻ നിറയെ പേരുണ്ടാകും. അത് കണ്ടിരിക്കാനാണ് അവൻ്റെ പോക്ക്. പാടത്ത് എത്തുമ്പോൾ യുവാക്കൾ ഉത്സാഹത്തോടെ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടു. ചിലർ കളി കാണാൻ വരമ്പത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. വരമ്പത്ത് ഇരിക്കാനൊരുങ്ങുമ്പോഴാണ് കുറച്ചകലെയായി നടന്നു നീങ്ങുന്ന നന്ദനയെയും നീതുമോളെയും കണ്ടത്. അതോടെ അവിടെ ഇരിക്കാതെ അവരെ ലക്ഷ്യമാക്കി നടന്നു. ചേച്ചി, ദേവേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. നീതുമോൾ പറഞ്ഞ ഭാഗത്തേക്ക് നന്ദനയും ഒന്ന് നോക്കി. അവർ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയതും അവൻ കൈവീശി കാണിച്ചു. ചേച്ചിയെ കണ്ടിട്ടുള്ള വരവാണെന്ന് തോന്നുന്നു, നീതു പതിയെ പറഞ്ഞു. എന്നെ കണ്ടതുകൊണ്ട് മാത്രമൊന്നുമാകില്ല, നന്ദന അവളെ തിരുത്താൻ ശ്രമിച്ചു. ചേച്ചിയെ കണ്ടിട്ട് തന്നെയാ. അല്ലെങ്കിൽ നാട്ടിലെത്തിയിട്ട് എത്ര ദിവസമായി? ഇതുവരെ നമ്മുടെ വീട്ടിലേക്കൊന്ന് വരാൻ തോന്നാത്ത ആളാണ്. ചേച്ചി വന്നപ്പോഴാണ് വന്നത്, അതുവരെ വന്നിരുന്നില്ല, നീതുമോൾ പറഞ്ഞു നിർത്തി. രണ്ടാളും കൂടി നടക്കാനിറങ്ങിയതാണോ? അവരുടെ അരികിലെത്തിയതും ദേവൻ ചോദിച്ചു. അതെ, നാളെ തൊട്ട് ക്ലാസ്സിന് പോണമല്ലോ, പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാനുമൊന്നും സമയം കാണില്ല, നീതു പറഞ്ഞു. ദേവേട്ടൻ സ്ഥിരമായി കളി കാണാൻ വരുമല്ലേ? അവൾ വീണ്ടും ചോദിച്ചു. എത്രയാന്ന് വെച്ചാ വീട്ടിലിരിക്കുക, അതുകൊണ്ട് തന്നെ എന്നും വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങും, അവൻ പറഞ്ഞു. ഇനിയും ഒരുപാട് ലീവുണ്ടോ? നീതു ചോദിച്ചു. ലീവിൻ്റെ കാര്യം ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇവിടെ നിന്നാൽ കല്യാണം കഴിപ്പിച്ചു വിടും, പറയുമ്പോൾ ദേവൻ നന്ദനയെ നോക്കി. അവർ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അവൾ മറ്റൊരു ദിശയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ദേവേട്ടന് ഞാൻ ഫ്രീ ആയി ഒരു ഉപദേശം തരാം. ഉപദേശിക്കാൻ മാത്രം ഞാൻ വളർന്നിട്ടൊന്നുമില്ല. എന്നാലും, അവൾ തുടർന്നു. ജാനുവേട്ടത്തി പാവമാണ്. സ്വന്തം മോൻ്റെ കല്യാണം കഴിഞ്ഞ് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടാവും. അവരുടെ സന്തോഷത്തിനായി മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം കളയരുത്.
അങ്ങനെ ചെയ്താൽ മറ്റൊരു നന്ദന കൂടി ഉണ്ടാകും. അവളുടെ സംസാരം കേട്ട് നന്ദന താക്കീതോടെ അവളെ നോക്കി. ദേവേട്ടനോട് ഇഷ്ടമായിരുന്നെങ്കിൽ ചേച്ചിക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞേനെ ദേവേട്ടനോട്. നന്ദനയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നീതു പറഞ്ഞു. നീ ഇത് എന്തറിഞ്ഞിട്ടാ മോളെ പറയുന്നത്? ദേവേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന സമയത്ത് ഒരു വിവാഹാലോചനയുമായി നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറയാൻ എനിക്കൊട്ടും ധൈര്യമില്ലായിരുന്നു. എൻ്റെ ഇഷ്ടം പോലും ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ അമ്മയും സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, നന്ദന വിശദീകരിച്ചു. എൻ്റെ അവസ്ഥയും ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു. ബാംഗ്ലൂരിൽ പോയില്ലായിരുന്നെങ്കിൽ, ആ നശിച്ച കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം മനോഹരമായി ഒഴുകിയേനെ. എനിക്കും നന്ദുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ പറയാൻ പറ്റിയില്ല, നഷ്ടബോധത്തോടെ ദേവൻ പറഞ്ഞു. മനസ്സിൽ തോന്നിയ ഇഷ്ടം പറയാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? തൊട്ടടുത്ത വീട്ടിൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? കഷ്ടം എന്നും പറഞ്ഞ് നീതുമോൾ പുച്ഛിച്ചു തള്ളിയപ്പോൾ ദേവൻ വേദനയോടെ ചിരിച്ചു. അവൾ പറയുന്നത് കാര്യമാക്കേണ്ട ദേവേട്ടാ. കഴിഞ്ഞത് കഴിഞ്ഞു. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല. ദേവേട്ടൻ കാരണം അച്ഛനും അമ്മയും ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഇനിയും അവരെ വേദനിപ്പിക്കരുത്. ജാതകം ചേർന്ന ആ പെൺകുട്ടിയെ ദേവേട്ടൻ പോയി കാണണം. സംസാരിച്ച് ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂട്ടണം, നന്ദന പറഞ്ഞു. എനിക്ക് നന്ദുവുമായി ഒന്ന് സംസാരിക്കണമെന്നുണ്ട് മോളെ, ദേവൻ പറഞ്ഞപ്പോൾ നീതു അവർക്കായി മാറിക്കൊടുത്തു. നീ പറഞ്ഞ പോലെ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷത്തിന് തന്നെയാ ഇഷ്ടമല്ലെങ്കിൽ കൂടിയും പെണ്ണ് കാണാനായി ഞാൻ ഇറങ്ങിയത്. ശരിക്കു പറഞ്ഞാൽ നിന്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നിന്നെപ്പറ്റി കൂടുതൽ നഷ്ടബോധമുണ്ടായത്. ഒരു ആലോചനയുമായി നിന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ അച്ഛനും അമ്മയും അത് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അനിത ചേച്ചി സമ്മതിക്കില്ല എന്ന കാര്യത്തിൽ 100 അല്ല 101% എനിക്ക് ഉറപ്പായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും വന്നപ്പോൾ എനിക്ക് നല്ല പേരായിരുന്നല്ലോ. നീതുമോളുടെ സംസാരം കേട്ടപ്പോൾ നിന്റെ അമ്മ നിനക്ക് നന്മയ്ക്കായി കരുതി ചെയ്തത് തെറ്റായിപ്പോയോ എന്ന് തോന്നുക. തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതമാണ് ഇപ്പോൾ താൻ ജീവിച്ചു തീർക്കുന്നതെങ്കിൽ ആ ജീവിതത്തിൽ നിന്നും ഇറങ്ങി വന്നൂടെ? അവളുടെ മിഴികളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ദേവൻ ചോദിച്ചു. ദേവേട്ടൻ എന്താ ഈ പറയുന്നത്? ഇനി ഞാൻ വന്നിട്ടെന്തിനാ? നന്ദന തിരിച്ചു ചോദിച്ചു. നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം, ദേവൻ പറഞ്ഞു. കേൾക്കാൻ നല്ല രസമുണ്ട്. വല്ല സിനിമയിലാണെങ്കിൽ നടക്കും. പക്ഷേ ഇത് ഇനി വേണ്ട, നന്ദന പെട്ടെന്ന് പറഞ്ഞു. എന്നോട് ഉണ്ടായിരുന്ന പഴയ ഇഷ്ടം ഇപ്പോഴും നിന്നിലുണ്ട് നന്ദു. അതെനിക്ക് മനസ്സിലായതാണ്, ദേവൻ പറഞ്ഞു. അവൻ പറയുന്നത് സത്യമാണെന്ന് അവൾക്കറിയാം. ചാരമായി പോയെന്ന് കരുതിയതിൽ ഒരു കനൽ എരിഞ്ഞു കിടപ്പുണ്ടെന്ന് അവൾക്കും അറിയാം. അത് അവൾ തിരിച്ചറിഞ്ഞതാണ്. അവനോട് തർക്കിച്ച് ജയിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നന്ദന അവനിൽ നിന്നും പിന്തിരിഞ്ഞു നടന്നു. അവൾ നടക്കാൻ തുടങ്ങിയതും നന്ദു എന്ന ദേവൻ്റെ പിൻവിളി അവളെ തേടിയെത്തി. നന്ദന നിസ്സഹായതയോടെ തിരിഞ്ഞു നോക്കി. ദേവൻ അവൾക്കരികിലേക്ക് വന്നു. സഹതാപം കൊണ്ടൊന്നും അല്ലാട്ടോ, ശരിക്കും ഇഷ്ടം കൊണ്ട് തന്നെയാ. പറയുമ്പോൾ അവൻ്റെ സ്വരം ചെറുതായൊന്ന് ഇടറിയതുപോലെ അവൾക്ക് തോന്നി. എന്തായാലും നമ്മൾ തമ്മിൽ ഇനി ശരിയാവില്ല ദേവേട്ടാ. നമ്മൾ തമ്മിൽ ചേരണമെന്നായിരിക്കില്ല വിധി. അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെ ആവുമായിരുന്നില്ല. ദേവേട്ടൻ ബാംഗ്ലൂരിൽ ജോലിക്ക് പോകുന്നത് വരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷേ എന്തോ മനസ്സിൽ തോന്നിയ ഇഷ്ടം തുറന്നു പറയാൻ നമുക്ക് കഴിഞ്ഞില്ല, നന്ദന പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ നന്ദു. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ലീവിന് നാട്ടിൽ വരാമായിരുന്നു. നിന്റെ അമ്മയോട് വിവാഹകാര്യം പറയുകയും ചെയ്യാമായിരുന്നു. പക്ഷേ പറ്റിയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ താളം ഞാൻ അറിയാതെ തെറ്റിപ്പോയി നന്ദു. ലഹരിക്ക് ഞാൻ അടിമപ്പെട്ടുപോയി. പിന്നെ അതിൽ നിന്നെല്ലാം മോചിതനായി. ഇനി വേണ്ടത് ഒരു ജീവിതമാണ്. നീ കൂടെയുണ്ടെങ്കിൽ. നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ. അവൻ ഇടയ്ക്ക് വെച്ച് നിർത്തി. അതൊക്കെ ദേവേട്ടൻ്റെ തോന്നലാണ്. ഇതിലും തീവ്രമായി പ്രണയിച്ചവർ പരസ്പരം പിരിയുകയും മറ്റൊരു കല്യാണം കഴിക്കുകയും ചെയ്തിട്ടില്ലേ? എന്തായാലും അത്രയൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ദേവേട്ടൻ്റെ അച്ഛനും അമ്മയും നോക്കിവെച്ച പെൺകുട്ടി എന്തായാലും നല്ലത് തന്നെയാവും. അവളെ ഒന്ന് പോയി കാണൂ. ദേവേട്ടൻ്റെ ഇഷ്ടം മറന്ന് ഞാൻ അർജുനേട്ടൻ്റെ കൂടെ കഴിയുന്നില്ലേ? അതുപോലെ ദേവേട്ടനും പറ്റും, നന്ദന പറഞ്ഞു. നീയും അർജുനും കൂടി പിരിഞ്ഞാലോ? അത് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം കടുത്തു പോയിരുന്നു. അത് പിരിയുമ്പോഴല്ലേ? ഇപ്പോൾ ഞാൻ അർജുനേട്ടൻ്റെ ഭാര്യ തന്നെയാണ്, അവൾ പറഞ്ഞു.
അടഞ്ഞ അധ്യായങ്ങൾ ഇനി തുറക്കണ്ട, അത് അടഞ്ഞു തന്നെ കിടന്നോട്ടെ. ഇനി ഇക്കാര്യം നമുക്കിടയിൽ ഒരു സംസാര വിഷയമാകരുത് ദേവേട്ട. അതും പറഞ്ഞ് അവൾ നടന്നു നീങ്ങിയപ്പോൾ ദേവൻ അവിടെ തന്നെ നിന്നുപോയി. നന്ദന നീതു ഇരിക്കുന്ന സ്ഥലത്തിലേക്ക് നടന്നു. അത്താഴം കഴിക്കാനിരുന്ന സമയത്താണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. ആരാണാവോ ഈ സമയത്ത്? അനിത പറഞ്ഞു. ഞാൻ പോയി നോക്കാം അമ്മേ, നന്ദന എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. നിക്ക്, ഞാനും വരാം. അനിതയും എഴുന്നേറ്റു. നന്ദനയും അനിതയും കൂടി കൈ കഴുകി വാതിലിനു നേരെ നടന്നു. അപ്പോഴേക്കും കോളിംഗ് ബെൽ വീണ്ടും ശബ്ദിച്ചു. അനിത വാതിൽ തുറന്നു നോക്കുമ്പോൾ മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന അർജുനെയാണ് കണ്ടത്. അനിത മോനോ എന്ന് പറഞ്ഞ് ആശ്ചര്യത്തോടെ നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്നും നന്ദന ആളെ ശരിക്കും കണ്ടത്. ഞാൻ തന്നെയാ അമ്മേ, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. പിന്നെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ തിരികെ പോയതാ, അവൻ വിനയത്തോടെ പറഞ്ഞു. അവിടെ നിൽക്കാതെ മോൻ കയറി വാ. അനിത മരുമകനെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു. ബാഗുമെടുത്ത് അവൻ അകത്തേക്ക് കടന്നു. നന്ദു, എനിക്കൊന്ന് ഫ്രഷ് ആവണം, പിന്നെ എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട്, അവൻ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും കഴിച്ചോ? അവൻ തിരക്കി. ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയായിരുന്നു, അനിത പറഞ്ഞു. അയ്യോ, കഴിക്കുന്നിടത്ത് നിന്നാണോ എഴുന്നേറ്റ് വന്നത്? എന്നാൽ കഴിച്ചോളൂ, അർജുൻ പറഞ്ഞു. അതൊന്നും സാരമില്ല, മോൻ പോയി കുളിച്ചിട്ട് വന്നോളൂ എന്നായി അനിത. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും പോയി കഴിച്ചിട്ടേ ഞാൻ കുളിക്കുന്നുള്ളൂ, അയാൾ ശാഠ്യം പിടിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ നന്ദന അമ്മയെയും കൂട്ടി ഡൈനിങ് ടേബിളിനരികിലേക്ക് ചെന്നു. നീതുമോൾ അപ്പോഴേക്കും കഴിച്ച് എഴുന്നേറ്റിരുന്നു. അവൾ ഭക്ഷണം കഴിഞ്ഞ് ഹാളിലേക്ക് കടന്നപ്പോൾ സോഫയിലിരിക്കുന്ന അർജുനനെ കണ്ട് അമ്പരന്നു. ഫോണിൽ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൻ. അർജുനേട്ടാ, അവൾ അടുത്തു ചെന്ന് വിളിച്ചപ്പോൾ അവൻ ഞെട്ടലോടെ തല ഉയർത്തി നോക്കി. മുന്നിൽ നീതുവിനെ കണ്ടപ്പോൾ അവൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്തൊക്കെയാ നീതുമോളെ വിശേഷം? അവൻ പുഞ്ചിരിയോടെ തിരക്കി. ഇവിടെ നല്ല വിശേഷം, അതും പറഞ്ഞ് അവൻ ഇരിക്കുന്ന സോഫയുടെ അറ്റത്തായി അവൾ ഇരുന്നു. അവൾ ഇരുന്നപ്പോൾ അവൻ മുഖം ചെരിച്ച് അവളെ ഒന്ന് നോക്കി. എന്തൊക്കെയാണ് അർജുനേട്ടൻ്റെ വിശേഷം? അവൾ തിരിച്ചു ചോദിച്ചു. നല്ലത്, അവൻ ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞു. കുറേ നാളായല്ലോ കണ്ടിട്ട്, അർജുൻ എന്തെങ്കിലും പറയണമല്ലോ എന്നോർത്ത് പറഞ്ഞു. എങ്ങനെ കാണാനാ? അർജുനേട്ടനെ കാണണമെങ്കിൽ എറണാകുളത്തിന് വരണ്ടേ? ഭാര്യയെ കാണാൻ വരാനും കൂടെ ചെലവഴിക്കാനും സമയമില്ല, പിന്നാണോ ഭാര്യയുടെ അനിയത്തിയെ കാണാൻ വരുന്നത്? മുന വെച്ചുള്ള അവളുടെ സംസാരം കേട്ടപ്പോൾ അർജുൻ കുറച്ച് ഉറക്കെ ചിരിച്ചുപോയി. അവൻ്റെ ചിരി കേട്ടുകൊണ്ടാണ് നന്ദന അങ്ങോട്ട് വന്നത്. അവളെ കണ്ടതും അർജുൻ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു. അധികാരത്തോടെ അവളുടെ ചുമലിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. നിന്റെ ചേച്ചിയെ ഇനി എന്നും കൊണ്ടുപോകാനാണ് എൻ്റെ തീരുമാനം. അർജുൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാകാതെ നന്ദന അയാളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. നാളെ രാവിലെ ഞാൻ തിരിച്ചു പോകും. അടുത്ത ആഴ്ച തന്നെ നിന്നെ ഞാൻ എറണാകുളത്തിന് കൊണ്ടുപോകുകയും ചെയ്യും, ഉറച്ച സ്വരത്തിൽ അവൻ നന്ദനയോട് പറഞ്ഞു. അവൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവാതെ അവൾ നിന്നു. പെട്ടെന്ന് എന്താണ് അവനോട് മറുപടി പറയേണ്ടതെന്നറിയാതെ അവൾ അവനെ മിഴിച്ചു നോക്കി. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് കഥ ഇനിയും തുടരും.